Good morning, students. അടുത്തത് അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി. നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന പോർഷനാണിത്. ദാറ്റ് മീൻസ് അമാൽഗമേഷൻ എന്താണെന്നുള്ള അറിയാം. അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് തമ്മിൽ കമ്പൈൻ ചെയ്യുവാണെങ്കിൽ അതിനെ അമാൽഗമേഷൻ എന്ന് പറയും. ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അസറ്റ്സ് മറ്റൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ലയിക്കാറുണ്ട്, ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ഇനി അടുത്തത് ഡിവിഷൻ ഓഫ് സൊസൈറ്റി. ഡിവിഷൻ ഓഫ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒത്തിരി വൈഡാണ്, അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് ഒത്തിരി കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ബൈലോസിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിവിഷൻ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ മൂന്ന് ടേംസ് നിങ്ങൾക്കറിയാം. ഇനി അതിൻ്റെ ലീഗൽ സെക്ഷനാണ് നമ്മൾ നോക്കുന്നത്. അത് സെക്ഷൻ 14 അതുപോലെ തന്നെ റൂൾ 13 ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അമാൽഗമേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഡിവിഷൻ, ഈ മൂന്ന് പർപ്പസ് ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്രീവിയസ് അപ്രൂവൽ ഫ്രം രജിസ്ട്രാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു അപ്രൂവൽ വാങ്ങിച്ചിരിക്കണം. അതിനുശേഷം ഈ അപ്രൂവൽ കിട്ടിയാൽ ഉടനെ തന്നെ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. അപ്പം ആ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പം 15 ദിവസത്തിന് മുമ്പേ നോട്ടീസ് മെമ്പേഴ്സിന് നമ്മൾ എത്തിച്ചിരിക്കണം. മെമ്പേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് നമ്മൾ എത്തിച്ചിരിക്കണം. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിന് 15 ഡേയ്സ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ 15 ദിവസം മുമ്പേ തന്നെ നോട്ടീസ് മെമ്പേഴ്സിന് എത്തിച്ച് കൊടുത്തിരിക്കണം. ഇനി അതിനുശേഷം മീറ്റിംഗ് വിളിച്ചു കൂട്ടിയതിന് ശേഷം 2/3 മജോറിറ്റി എങ്കിലും ഈ റെസൊല്യൂഷൻ, അതായത് ഈ പ്രമേയം പാസ്സാക്കിയെങ്കിൽ മാത്രമേ ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഈ ഡിവിഷൻ ആണെങ്കിലും അമാൽഗമേഷൻ ആണെങ്കിലും ആദ്യമേ തന്നെ ഒരു ഡ്രാഫ്റ്റ് ബൈലോ പ്രിപ്പയർ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ ലീഗൽ പ്രൊസീജിയർ ഇങ്ങനെയാണ്. ആദ്യമേ ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അതായത് അമാൽഗമേഷനോ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസോ അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റിയോ ഏതാണോ നടക്കുന്നത്, അത് നടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം രജിസ്ട്രാറിൻ്റെ അപ്രൂവൽ വാങ്ങിക്കണം. അതിനുശേഷം 15 ദിവസം മുമ്പായിട്ട് എല്ലാ മെമ്പേഴ്സിനെയും അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനെയും നമ്മൾ നോട്ടീസ് അയച്ച് അവരെ അറിയിച്ചിരിക്കണം, ഇങ്ങനെ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഉദ്ദേശം ഇതാണ് എന്നുള്ള വിവരം അവരെ അറിയിച്ചിരിക്കണം. അതിനുശേഷം ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്ന അന്ന് 2/3 മജോറിറ്റി എങ്കിലും വോട്ട് ചെയ്ത് ഈ പ്രമേയം പാസ്സാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അതിനുശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഡ്രാഫ്റ്റ് ബൈലോയും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. ഇനി ഈ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഈ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ അകത്ത് റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷം മെമ്പേഴ്സിന് നോട്ടീസസ് അയക്കണം. ഞങ്ങളിങ്ങനെ അമാൽഗമേറ്റ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്, എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ചെയ്യുകയാണ് എന്നുള്ള നോട്ടീസസ് എല്ലാ മെമ്പേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെ അറിയിക്കണം. റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ്. ആദ്യം തന്നെ മെമ്പേഴ്സിന് ഈ നോട്ടീസ് അയച്ചു കൊടുക്കുക. അപ്പം മീറ്റിംഗ് വിളിച്ച് കൂട്ടുന്നതിന് മുമ്പ് തന്നെ അവരെ നോട്ടീസ് കൊടുത്ത് അവരെ അറിയിച്ച് അവരെ വിളിച്ചു കൂട്ടണം. അതിനുശേഷം പ്രമേയം പാസ്സാക്കിയതിന് ശേഷം വീണ്ടും നോട്ടീസസ് അവരെ അയച്ചു കൊടുക്കുക. അതായത് ഇന്ന പ്രോസസ്സ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് അറിയിക്കുന്നു. ഇനി അതിന് ശേഷം 2 months ടൈം ടു ഡിസൈഡ് ദെയർ ഓപ്ഷൻ. അതായത് മെമ്പേഴ്സിന് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് 2 മാസത്തെ സമയം കൊടുക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അമാൽഗമേറ്റ് ചെയ്യാണ് 2 സൊസൈറ്റീസ് അല്ലെങ്കിൽ 2-3 സൊസൈറ്റീസ് ചേർന്ന് പുതിയൊരു സൊസൈറ്റിയിലേക്ക് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ ആ മെമ്പേഴ്സ് അവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് അവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ് എന്ന് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു അവസരമാണ് അവർക്ക് ഈ ഒരു 2 മാസത്തെ കാലയളവിൽ അവർക്ക് കൊടുക്കുന്നത്. ഇനി എനി ക്ലെയിംസ് ഫോർവേഡഡ്, ഇനി അത് 2 മാസം കൊടുത്തതിന് ശേഷം ചിലർ പറയും അവർക്ക് മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്തേക്കണം, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ആ അക്കൗണ്ട്സ് അവർ സെറ്റിൽ ചെയ്യണം.
കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സെറ്റിൽ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ റെസൊല്യൂഷൻ പാസ്സാക്കിയ ഉടനെ തന്നെ മെമ്പേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും ഈ വിവരം അറിയിക്കുന്നു. നോട്ടീസ് മുഖാന്തരം ഓരോ മെമ്പേഴ്സിനും ഓരോ ക്രെഡിറ്റേഴ്സിനും നമ്മൾ അറിയിക്കുന്നു. അതിനുശേഷം അവർക്ക് 2 മാസം സമയം കൊടുക്കും. 2 മാസം സമയം കൊടുത്ത് ചിലർ പറയും ഞങ്ങളിവിടെ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനം എടുക്കുന്നെങ്കിൽ അവരുടെ അക്കൗണ്ട്സ് ആദ്യം സെറ്റിൽ ചെയ്യുക. ഇനി ചില കേസസിൽ മെമ്പേഴ്സ് പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ആ സൊസൈറ്റിയിൽ കണ്ടിന്യൂ ചെയ്യുവാണ് എന്നാണ് അർത്ഥം. താല്പര്യമില്ലാത്തവർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ അറിയിക്കുന്നു, ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളത് അറിയിക്കുന്നു. ഈ താല്പര്യമുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ ദേ ആർ ഇൻട്രസ്റ്റഡ് ടു കണ്ടിന്യൂ എന്നാണ് അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. ഇനി അപ്പോൾ ആ 2 പ്രൊസീജിയറും കഴിഞ്ഞതിന് ശേഷം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫോർമൽ ആപ്ലിക്കേഷൻ ഫോർ പ്രൊപ്പോസ് ചേഞ്ച് ഈസ് ഫോർവേഡ് ടു ദി രജിസ്ട്രാർ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു, മെമ്പേഴ്സിനെ ക്രെഡിറ്റേഴ്സിനെ അറിയിച്ചു, താല്പര്യം ഇല്ലാത്തവർക്ക് കണക്ക് സെറ്റിൽ ചെയ്യുന്നു, താല്പര്യമുള്ളവർ കണ്ടിന്യൂ ചെയ്യുന്നു. ഇങ്ങനെയുള്ള തീരുമാനങ്ങളെല്ലാം എടുത്തതിന് ശേഷം രജിസ്ട്രാറിനെ ഫോർമലായിട്ട് ഒരു ആപ്ലിക്കേഷൻ അയക്കുകയാണ്. ഇങ്ങനെ അമാൽഗമേറ്റ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള കാര്യം രജിസ്ട്രാറിനെ ഒരു ആപ്ലിക്കേഷൻ മുഖാന്തരം അറിയിക്കുന്നു. ആഫ്റ്റർ വേരിഫിക്കേഷൻ രജിസ്റ്റർ ദി അമാൽഗമേറ്റഡ് സൊസൈറ്റി ആൻഡ് ബൈലോസ്. ഇനി എന്ത് ചെയ്യും? അതിനുശേഷം എന്നാ ചെയ്യും? രജിസ്ട്രാർ ഇതെല്ലാം വെരിഫൈ ചെയ്തിട്ട് അമാൽഗമേറ്റ് ചെയ്ത് ഒരു പുതിയ സൊസൈറ്റി ഫോം ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ പുതിയ ബൈലോസും കൂടെ എന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു. അത് രജിസ്ട്രാറാണ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ ഡെസിഷൻ മേക്കർ എന്ന് പറഞ്ഞാൽ രജിസ്ട്രാറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അമാൽഗമേഷൻ്റെയും ഡിവിഷൻ്റെയും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെയും പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കമ്പൽസറി അമാൽഗമേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ്. അത് സെക്ഷൻ 14(8)ലും 9-ലുമാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ റൂൾ 14-ലും ഇത് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി അതെന്താണെന്ന് നോക്കാം. ഇത് കമ്പൽസറി അമാൽഗമേഷനാണ്. അപ്പോൾ നമ്മൾ സൊസൈറ്റി തന്നെ ചെയ്യുന്നതല്ല. സൊസൈറ്റി ചെയ്യാത്ത പക്ഷം ഡയറക്റ്റായിട്ട് ആര് ചെയ്യും? രജിസ്ട്രാർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കമ്പൽസറി അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ കഴിഞ്ഞ ദിവസം അമെൻമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, കമ്പൽസറി അമെൻമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. കമ്പൽസറി അമെൻമെൻറ്റ് സാധാരണ ചെയ്യുന്നത് ആരാണ്? കമ്പൽസറി അമെൻമെൻറ്റ് ചെയ്യുന്നത് രജിസ്ട്രാറാണെന്ന് പറഞ്ഞു. എന്ന് പറയുന്ന പോലെ തന്നെ കമ്പൽസറി അമാൽഗമേഷൻ നടപ്പാക്കുന്നത് രജിസ്ട്രാറാണ്. Registrar can amalgamate 2 or more societies into 1 or divide into 2. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി അതിന് മുമ്പായിട്ട് ആദ്യം രജിസ്ട്രാർ ഫിനാൻസിങ് ബാങ്കിനോടും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനോടും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അതായത് ആ കൺസേൺഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഏത് സൊസൈറ്റീസാണോ അമാൽഗമേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് ആ സൊസൈറ്റീസിൻ്റെ ഇൻഡപ്റ്റഡ്നെസ്സിനെ കുറിച്ച്, കടബാധ്യതകളെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യും. Then registrar call upon concerned society and make arrangements to amalgamation within specified time. ഇതിന് ശേഷം അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും? കൺസേൺഡ് സൊസൈറ്റിയെ ഈ വിവരം അറിയിക്കുന്നു. അതായത് ഇത് ഒന്നുകൂടെ അമാൽഗമേഷൻ ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് കൺസേൺഡ് സൊസൈറ്റിയെ അറിയിക്കുന്നു. എത്രയും പെട്ടെന്ന് അതിനുള്ള കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ള കാര്യം കൂടെ ഒരു ഓർഡറും കൂടെ രജിസ്ട്രാർ ഇടുന്നു. ഇനി fails to do within specified time, give an opportunity to the committee to state direct amalgamation. ഇനി ആ പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് ടൈമിനുള്ളിൽ അവർ അമാൽഗമേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കമ്മിറ്റിക്ക് ഒരവസരം കൂടെ കൊടുക്കും. അതിനുശേഷം എന്തുകൊണ്ടാണ് അവർ അമാൽഗമേറ്റ് ചെയ്യാഞ്ഞത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു എൻക്വയറി നടത്തും. അതിനുശേഷം എന്ത് ചെയ്യും? ഡയറക്റ്റായിട്ട് രജിസ്ട്രാർ തന്നെ അമാൽഗമേഷൻ പ്രൊസീജിയർ നടത്തും. അപ്പോൾ കമ്പൽസറി അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രജിസ്ട്രാർ തന്നെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് ഫിനാൻസിങ് ബാങ്കിനോടും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണിത് ചെയ്യുന്നത്. ഇനി ഇപ്പം ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇൻഡിപെൻഡൻസിൽ പ്രശ്നമൊന്നും ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ കൺസേൺഡ് സൊസൈറ്റിയെ ഇൻഫോം ചെയ്യും. പറയുന്ന സമയത്തിനുള്ളിൽ അമാൽഗമേഷൻ ചെയ്യാൻ പറയും. ഇനി പറഞ്ഞ സമയത്തിനുള്ളിൽ അമാൽഗമേഷൻ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കമ്മിറ്റിക്ക് എന്തുകൊണ്ടാണ് അത് അമാൽഗമേറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള ഒരു എൻക്വയറി രജിസ്ട്രാർ നടത്തും. അതിനുശേഷം രജിസ്ട്രാർ തന്നെ ഡയറക്റ്റ് അമാൽഗമേഷൻ നടത്തുകയും ചെയ്യും. ഇനി അപ്പോൾ അത് അങ്ങനെ ഡയറക്റ്റ് അമാൽഗമേഷൻ അല്ലെങ്കിൽ കമ്പൽസറി അമാൽഗമേഷൻ്റെ കേസിലും ഇതുപോലെ തന്നെ എവരി സൊസൈറ്റി ഷുഡ് ഗീവ് നോട്ടീസ് ടു ഓൾ മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് വിത്തിൻ 1 month
1 മാസം കൊടുക്കും. മറ്റേതുപോലെ തന്നെയാണ്, 1 മാസം സമയത്തിനുള്ളിൽ അവരെ അറിയിക്കണം, ആരെ മെമ്പേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും ഇങ്ങനെ കമ്പൽസറി അമാൽഗമേഷൻ വരാൻ പോകുന്നു എന്നുള്ള ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുന്നു. ഇനി അതിനുശേഷം എവരി മെമ്പർ ഓർ ക്രെഡിറ്റർ ഗീവ്സ് 2 months ടൈം ടു വിത്ഡ്രോ ഹിസ് ഷെയർസ് ഓർ ഡിപ്പോസിറ്റ്സ് ഓർ ലോൺസ്. ഇനി അവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ 2 മാസം സമയം കൊടുക്കും. അതായത് ക്രെഡിറ്റേഴ്സിനും മെമ്പേഴ്സിനും ഒന്നുകിൽ അവിടെ മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യാം. അതെന്താണ് തീരുമാനം വേണമെങ്കിൽ, എന്ത് തീരുമാനം വേണമെങ്കിലും മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും സ്വീകരിക്കാവുന്നതാണ്. ഇഫ് നോ റെസ്പോൺസ് ഫ്രം മെമ്പേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ്, മെമ്പേഴ്സിൽ നിന്നും ക്രെഡിറ്റേഴ്സിൽ നിന്നും പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് കൺസിഡർ ആസ് അസെൻറ്റ് ഫോർ അമാൽഗമേഷൻ. അവർക്ക് പ്രശ്നമൊന്നുമില്ല, അമാൽഗമേറ്റ് ചെയ്യുന്നതിനോട് യാതൊരു എതിർപ്പുമില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അതർവൈസ് റീപേയ്മെൻറ്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിസ്ചാർജ് ക്ലെയിംസ്. അതല്ല എന്നുണ്ടെങ്കിൽ ചിലർ ആവശ്യപ്പെടും, മെമ്പേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ആവശ്യം, ഞങ്ങൾക്ക് ഇവിടുത്തെ കണക്ക് സെറ്റിലാക്കണം എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ റീപേയ്മെൻറ്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിസ്ചാർജ് ക്ലെയിംസ്, അവരുടെ അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യുക. ഷെയർ ക്യാപിറ്റലൊക്കെ തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു കൊടുക്കുകയും ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യും? രജിസ്ട്രാർ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യും. പുതിയ സൊസൈറ്റി രജിസ്റ്റർ അമാൽഗമേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന, അമാൽഗമേഷൻ നടത്തി പുതിയ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ പഴയ സൊസൈറ്റി എന്താവും? ഓൾഡ് സൊസൈറ്റീസ് ഡീം ടു ബി ക്യാൻസൽഡ്. പഴയ സൊസൈറ്റി ഓട്ടോമാറ്റിക്കലി ക്യാൻസലായിട്ട് ആ പ്ലേസിലേക്ക് പുതിയ സൊസൈറ്റിയുടെ പേര് രജിസ്റ്ററിലേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ് കമ്പൽസറി അമാൽഗമേഷൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ അകത്ത് നടക്കുന്ന പ്രൊസീജിയർ ഏകദേശം സിമിലറാണ്, അകത്ത് നടക്കുന്ന പ്രോസസ്സ് സിമിലറാണ്, പക്ഷേ രണ്ടും രണ്ടാണ്. ഒന്ന് സൊസൈറ്റിയാണ് അതിന് മുൻതൂക്കം നൽകി അമാൽഗമേഷൻ നടക്കുന്നു. പക്ഷേ കമ്പൽസറി അമാൽഗമേഷൻ ആണെങ്കിൽ രജിസ്ട്രാറാണ് അതിന് കൂടുതൽ മുൻതൂക്കം കൊടുത്ത് അമാൽഗമേഷൻ നടത്തുന്നത് എന്നുള്ള ഇതേ ഉള്ളൂ. ബാക്കി പ്രൊസീജിയറെല്ലാം സെയിം ആണ്. ഇനി അടുത്തത് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അണ്ടർ സെക്ഷൻ 15. സെക്ഷൻ 15ൻ്റെ അകത്ത് പറയുന്നത് ചില സാഹചര്യങ്ങളിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യും. അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതെന്ന് നോക്കാം. അത് 3 കേസസാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഹോൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ടു അനദർ സൊസൈറ്റി. എല്ലാ അസറ്റ്സും എല്ലാ ലയബിലിറ്റീസും നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നിന്നും മുഴുവനായിട്ടും വേറൊരു സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി എന്താകും? ആദ്യത്തെ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസലാകും. രജിസ്ട്രേഷൻ ഓഫ് ഫസ്റ്റ് സൊസൈറ്റി ക്യാൻസൽഡ്. ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ 2 or more സൊസൈറ്റീസ് അമാൽഗമേറ്റഡ് ഇൻറ്റു എ ന്യൂ സൊസൈറ്റി. 2 അതിലധികമോ സൊസൈറ്റീസ് അമാൽഗമേറ്റ് ചെയ്ത് പുതിയ സൊസൈറ്റി ആകുമ്പോൾ എന്ത് പറ്റും? ആദ്യത്തെ 2 അല്ലെങ്കിൽ 2-3 സൊസൈറ്റീസ് ചേരുന്നില്ല. ആ 3 സൊസൈറ്റീസും അല്ലെങ്കിൽ ആ 2 സൊസൈറ്റീസും എന്ത് ചെയ്യും? ക്യാൻസലായി പോവും. എന്നിട്ട് ആ ന്യൂ സൊസൈറ്റിയുടെ പേര് രജിസ്റ്റർ ചെയ്യും. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റീസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 2 or more സൊസൈറ്റീസ്. വലിയ സൊസൈറ്റി ആയിരുന്നു, അതിനെ 2 അല്ലെങ്കിൽ 3 തിരിച്ചു. അങ്ങനെ വരുമ്പോൾ ഓൾഡ് സൊസൈറ്റീസ് എന്ത് ചെയ്യും? ക്യാൻസലാവും. ഓൾഡ് സൊസൈറ്റീസിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസലായി പോവും. പുതിയ സൊസൈറ്റി എന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ 3 കേസസിലാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത്. ഇത് നമ്മുടെ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് അമാൽഗമേഷൻ ആൻഡ് കമ്പൽസറി അമാൽഗമേഷൻ. Thank you.